അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാ സ്തുതികളും സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിന് വേണ്ടിയാകുന്നു, അല്ലാഹുവിനുള്ളതാകുന്നു. ഒന്നാമത്തെ സൂറത്ത്. രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ അൻആമാണ്. അൻആം തുടങ്ങുന്നത് തഹ്മീദിലൂടെയാണ്. എങ്ങനെയാണത്? അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് വജഅലൽ ദുലുമാതി വൻ നൂർ സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ. ആകാശഭൂമികളെ പടക്കുകയും അന്ധകാരത്തെയും വെളിച്ചത്തെയും ഉണ്ടാക്കുകയും ചെയ്ത സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്നതാണ് മൂന്നാമത്തെ സൂറത്ത്. രണ്ടാമത്തെ സൂറത്ത് മൂന്നാമത്തെ സൂറത്ത് സൂറത്തുൽ കഹ്ഫാണ്. വെള്ളിയാഴ്ച ദിവസം നമ്മളൊക്കെ ഓതാൻ കൽപ്പിക്കപ്പെട്ട അധികം ആളുകളും പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് തുടങ്ങുന്നതും തഹ്മീദ് കൊണ്ടാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഇവജാ. അവന്റെ അടിമക്കുമേൽ പരിശുദ്ധമായ ഗ്രന്ഥം അവതരിപ്പിച്ച അല്ലാഹുവിനാകുന്നു, സർവ്വലോക രക്ഷിതാവിനാകുന്നു സർവസ്തുതിയും. മൂന്നാമത്തെ സൂറത്തിലാണ്. നാലാമത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിറാണ്. നാലാമത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിറാണ്. ഫാത്തിർ തുടങ്ങുന്നത് അൽഹംദുലില്ലാഹില്ലദീ ഫാത്തിറുസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളെയും ഭൂമികളെയും പടച്ച അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അഞ്ചാമത്തെ സൂറത്ത് സൂറത്തു സബ ആണ്. സബഉം തുടങ്ങുന്നത് അൽഹംദുലില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്. ഏതൊരു റബ്ബിനാണോ ആകാശഭൂമികളിലുള്ളതെല്ലാം സ്വന്തമായിരിക്കുന്നത്, ആകാശഭൂമികളിലുള്ളതെല്ലാം വിധേയപ്പെട്ടിരിക്കുന്നത്, ഏതൊരു റബ്ബിനാണോ ആ റബ്ബിനാകുന്നു സർവസ്തുതിയും. 5 സൂറത്തുകൾ തുടങ്ങുന്നത് തഹ്മീദ് കൊണ്ടാണ്. ഏതൊക്കെയാണ്? സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ അൻആം, സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ സബ, സൂറത്തുൽ ഫാത്തിർ. ഈ 5 സൂറത്തുകൾ തുടങ്ങുന്നത് തഹ്മീദ് കൊണ്ടാണ്. അപ്പൊ ഇതിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാലോ അല്ലെ? എന്തിനാണ് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കണം? ആലോചിക്കല്ലോ. അൽഹംദുലില്ലാഹ് നമ്മൾ പറയുമ്പോ എന്തിന് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കണം? ഒരു യാന്ത്രികമായ അൽഹംദുലില്ലാഹ് 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 ഇതൊരു വിലയിലെ പ്രിയപ്പെട്ടവരെ, അതൊരു മോശമായ കാര്യമാണ്. അർത്ഥം അറിയാതെ ഇങ്ങനെ ഒരു വാചാടോപന അതല്ല. ഒന്നാമതായി പ്രിയപ്പെട്ടവരെ, മനുഷ്യനായി ജനിച്ചതിന് അള്ളാഹുവിന് നമ്മൾ നന്ദി പറയണം. എന്നൊരു റബ്ബ് എന്നെ ഒരു മനുഷ്യനാക്കി, ഞാൻ അള്ളാഹുവിനോട് നന്ദി പറയണം. എന്താ ഇതിന്റെ കാരണം എന്നറിയോ? റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായി നമുക്ക് കാണാം. വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖനാഹും മിനത് ത്വയ്യിബാത്. ആദമിന്റെ സന്തതികളെ ഞാൻ ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ. കരയിലും കടലിലും ഞാൻ അവനെ ചുമന്നിരിക്കുന്നു, അവിടേക്കൊക്കെ കടന്നു പോകാൻ അവൻ ഞാൻ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ലതിൽ നിന്ന് ഞാൻ അവന് തിന്നാൻ കൊടുക്കുകയും ചെയ്യുന്നു, ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നു. ചെറിയ കാര്യം എന്നല്ല അള്ളാഹു പറഞ്ഞത്. അള്ളാഹു മനുഷ്യരെ ബഹുമാനിച്ചത് എപ്രകാരമാണ്? ആദ്യത്തെ ബഹുമാനം ആകാശത്ത് വെച്ചാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചപ്പോ അള്ളാഹു ആദ്യമായി ആദം നബിയെ ബഹുമാനിച്ചത് ഇൽമു കൊടുത്തിട്ടാണ്, അറിവ് കൊടുത്തിട്ടാണ്. എന്നിട്ട് മലക്കുകളെ നേരെ തിരിഞ്ഞിട്ട് അള്ളാഹു ചോദിച്ചു, ഈ കാണുന്ന വസ്തുക്കളുടെ പേരുകൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക. മലക്കളുടെ മറുപടി എന്താണ്? ഖാലു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹു നീ എത്രയോ പരിശുദ്ധനാണ്, നീ പഠിപ്പിച്ചു തന്നതല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയില്ല, നീയാണ് സൂക്ഷ്മജ്ഞാനിയും സർവജ്ഞാനിയും റബ്ബേ എന്ന് മലക്കുകൾ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ മറുപടി എന്താണ്? ഖാല യാ ആദം أنبئهم بأسمائهم فلما أنبأهم بأسمائهم قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون. ആദമേ, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നതുപോലെ ഈ വസ്തുവകകളുടെ പേരുകൾ മുഴുവൻ ഇവർക്ക് നീ പറഞ്ഞു കൊടുക്കുക ആദമേ എന്ന് പറഞ്ഞ് ആദ്യമായി മനുഷ്യവർഗത്തെ, മനുഷ്യവംശത്തെ അല്ലാഹു അതാ സ്വർഗ്ഗത്തിൽ വെച്ച് ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. രണ്ടാമത്തെ ആദരവ് എന്താണ്? വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലിആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. രണ്ടാമത്തെ ആദരവേതാണ്? അല്ലാഹുവിന്റെ മുഖറബുകളായ മലക്കുകളോട് റബ്ബ് പറയുകയാണ്, ഇതാ ആദമിന്റെ മുന്നിലേക്ക് സുജൂദ് ചെയ്യുക, ആദമിനെ ബഹുമാനിക്കുക, ആദരിക്കുക. ഫസജദൂ, അവരെല്ലാവരും സുജൂദ് ചെയ്യുകയാണ്, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദരിക്കുകയാണ്. ഇല്ലാ
അന്ന് ആകാശത്തുണ്ടായിരുന്ന ഇബ്ലീസ് എന്ന ജിന്നുവർഗത്തിൽപ്പെട്ട ഒരുത്തനൊഴികെ ബാക്കി എല്ലാവരും അള്ളാഹുവിന്റെ കൽപ്പനയത അംഗീകരിക്കുകയാണ്. മനുഷ്യവർഗത്തിൽ അള്ളാഹു നൽകിയ രണ്ടാമത്തെ ബഹുമതിയാണ്, ആദരവാണ്. അവിടുന്ന് അങ്ങോട്ട് പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിലേക്ക് മനുഷ്യനെ പറഞ്ഞയച്ചപ്പോ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഈ ദുനിയാവിലേക്ക് വരുമ്പോ ഇവിടെ കാക്കയുണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, പോത്തുണ്ട്, പശുവുണ്ട്, സകല ജീവജാലങ്ങളുമുണ്ട്, എല്ലാ ജീവിവർഗങ്ങളുമുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നതിന്റെ മുന്നേ ഇവിടെ പടച്ച റബ്ബെല്ലാം സംവിധാനിച്ചു വെച്ചിട്ടുണ്ടെന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ചിറക് നൽകാത്ത ഏതെങ്കിലും ഒരു ജീവി പറക്കുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങളും മറ്റു ജീവികളുമല്ലാതെ ദിവസങ്ങളോളം വെള്ളത്തിൽ കിടക്കുന്നതായി, സമുദ്രാന്തർഭാഗത്തേക്ക് ഓടിയിട്ട് പോകുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭൂമിക്കടിയിൽ ജീവിക്കുന്ന ജീവവർഗങ്ങളല്ലാതെ ഈ ഭൂമിയുടെ ഭൂഗർഭതലത്തിലേക്ക് ഓടിയിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ മനുഷ്യനല്ലാഹു ചിറക് നൽകിയിട്ടില്ല, പക്ഷേ അവനതാ പറക്കുന്നു. മനുഷ്യനെ മീനാക്കിയിട്ടില്ല, മത്സ്യമാക്കിയിട്ടില്ല, പക്ഷെ അവനതാ കടലിന്റെ നടുക്കടലിലൂടെ, ആഴക്കടലിലൂടെയും അതിന്റെ അന്തർഭാഗത്തൂടെയും അവൻ സഞ്ചരിക്കുകയാണ്. മനുഷ്യൻ ഭൂമിക്കടിയിൽ ജീവിക്കുന്ന ഒരു ജീവിവർഗമല്ല, ഉലകവർഗമല്ല. എന്നിട്ടും അതാ മനുഷ്യൻ ഭൂഗർഭത്തിന്റെ അടിയിലുള്ള അതിസങ്കീർണമായ സംവിധാനങ്ങളെ കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയുടെ മാൻഡിലിനെ കുറിച്ചും കോറിനെ കുറിച്ചും അതിന്റെ അകത്തുള്ള ടെമ്പറേച്ചറുകളെ കുറിച്ചും അടക്കം മനുഷ്യനതാ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് പടച്ചറബ് പറഞ്ഞത്, കടലിലും കരയിലും കടന്നു ചെല്ലാൻ, ഏത് രംഗത്തേക്കും കടന്നു ചെല്ലാൻ അവന് നാം പ്രാപ്തി നൽകി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ആകാശത്തിന്റെ എത്രയോ ഉയരത്തിൽ പരുന്തിന് പറക്കാൻ കഴിയുമെങ്കിലും ആ ഭൗമാന്തരീക്ഷം വിട്ടുകൊണ്ട് സഞ്ചരിക്കാൻ ഇന്ന് വരെ പരുന്തിന് സാധിച്ചിട്ടില്ല. എന്നാൽ മനുഷ്യന്റെ ടെലസ്കോപ്പുകളതാ, മനുഷ്യന്റെ ഉപഗ്രഹങ്ങളതാ, മനുഷ്യന്റെ ക്യാമറക്കണ്ണുകളതാ ഭൗമാന്തരീക്ഷവും വിട്ടുകൊണ്ട് കോടിക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള നക്ഷത്രങ്ങളെ കുറിച്ചും അവിടെയുള്ള ഗാലക്സികളെ കുറിച്ചും പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധ്യമായ മേഖലകളിലേക്കെല്ലാം കടന്നു ചെല്ലാനുള്ള കഴിവും പ്രാപ്തിയും ബുദ്ധിയും മനുഷ്യൻ അല്ലാഹു നൽകി. അല്ലാഹു അവന് നൽകിയ മൂന്നാമത്തെ ആദരവാണ്. നാലാമത്തെ ആദരവ് എന്താണ്? വറസഖനാഹും മിനത് ത്വയ്യിബാത്, നല്ലതിൽ നിന്ന് നാം അവന് ഭക്ഷണം നൽകുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ കഴിച്ചു വലിച്ചെറിയുന്ന കൊട്ടിലും എല്ലിലുമാണ് നായയുടെ റിസ്ക് അല്ലാഹു വെച്ചിട്ടുള്ളത്. നമ്മൾ കഴിച്ചു വലിച്ചെറിയുന്ന മുള്ളിലാണ് പൂച്ചയുടെ റിസ്ക് അല്ലാഹു വെച്ചിട്ടുള്ളത്. നമ്മൾ കഴിച്ചു ബാക്കി വരുന്ന കാടിവെള്ളത്തിലാണ്, കുളിച്ച ചോറിലാണ് പശുവിന്റെ റിസ്ക് അല്ലാഹു വെച്ചിട്ടുള്ളത്. നമ്മൾ പുത്തൻ മാറ്റാൻ വേണ്ടി അരി ശരിയാക്കുന്ന സമയം തെറിച്ചു വീഴുന്ന ആ ധാന്യമണികളിലാണ് പക്ഷിയുടെ റിസ്ക് അല്ലാഹു വെച്ചിട്ടുള്ളത്. മനുഷ്യന്റെ എച്ചില് ഭക്ഷിക്കുന്നവരാണ് അവന്റെ ചുറ്റിലുമുള്ള ജീവജാലങ്ങൾ മുഴുവൻ. എന്നാൽ മനുഷ്യൻ അല്ലാഹു നൽകിയത് എച്ചിലല്ല, ഏതെങ്കിലും ഒരു ജീവി ഭക്ഷിച്ചതിന്റെ ബാക്കിയല്ല. വറസഖനാഹും മിനത് ത്വയ്യിബാത്, ഏറ്റവും നല്ലതിൽ നിന്ന് നാം അവന് ഉപജീവനം നൽകുകയും ചെയ്തു. ഉപജീവനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, വസ്ത്രം അതിൽ പെടുന്നതാണ്, അവന്റെ പാർപ്പിടം അതിൽ പെടുന്നതാണ്, അവന്റെ വാഹനം അതിൽ പെടുന്നതാണ്, എല്ലാം അതിൽ പെടുന്നതാണ്. മറ്റു ജീവജാലങ്ങൾക്കില്ലാത്ത സുഖ സൗകര്യങ്ങൾ മുഴുവൻ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ് ഈ ആയത്തിന്റെ വിവക്ഷ. മനുഷ്യനേക്കാൾ മുന്നേ ഈ ഭൂമിയിൽ വ്യാപിച്ചു കിടക്കുന്ന ജീവജാലങ്ങളൊന്നും ഇന്നുവരെ യൂണിവേഴ്സിറ്റിയും തുറന്നിട്ടില്ല, ഒരു സ്കൂളും ഉണ്ടാക്കിയിട്ടില്ല, ഒരു വാഹനവും ഉണ്ടാക്കിയിട്ടില്ല, ഒരു ആശുപത്രിയും ഉണ്ടാക്കിയിട്ടില്ല, ഒരു ഗവേഷണ കേന്ദ്രവും ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ അല്ലാഹു ഖലീഫയായി ഈ ഭൂമിയിലേക്ക് നിയോഗിച്ച മനുഷ്യവർഗം അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത മേഖലകൾ അല്ലാഹു വെച്ചിട്ടില്ല. എല്ലാ മേഖലകളിലേക്കുമുള്ള വിജ്ഞാനത്തിന്റെ സ്രോതസ്സുകൾ പടച്ച റബ്ബ് മനുഷ്യന്റെ മുന്നിൽ കാരുണ്യത്തോടുകൂടി തുറന്നു വെച്ചു എന്നതാണ് അല്ലാഹു നൽകിയ നാലാമത്തെ അനുഗ്രഹമാണ്. ഒരു മനുഷ്യനായി പിറന്നു എന്നതിന്റെ കാരണം കൊണ്ട് അല്ലാഹു നമുക്ക് നൽകിയ നാലാമത്തെ അനുഗ്രഹമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യരും ഞാനൊരു മനുഷ്യനായി എന്ന കാരണത്താൽ അൽഹംദുലില്ലാഹ്, ലോകരക്ഷിതാവായ അല്ലാഹുവിനെ ഞാനിതാ സ്തുതിക്കുന്നു എന്ന് പറയാൻ ബാധ്യതപ്പെട്ടവരാണ്. അല്ലാഹുവിനെ സ്തുതി ചെയ്യാൻ നമുക്കുള്ള ഒന്നാമത്തെ ബാധ്യത നാം മനുഷ്യരായി എന്നതാണ്. എന്നാൽ മനുഷ്യരിൽ എല്ലാവർക്കും ഇല്ലാത്ത പ്രത്യേകമായ ബാധ്യത എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്കുണ്ട്. എന്താണത്? എല്ലാ മനുഷ്യർക്കും അല്ലാഹു നിരുപാധികം നൽകാത്ത ഹിദായത്ത് എന്ന വലിയ അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്.
ആ ഹിദായത്തിന്റെ വില മനസ്സിലാവണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ താലിബിന്റെ തലയുടെ ഭാഗത്ത് നിന്ന് കെഞ്ചി കരഞ്ഞ രംഗം നമ്മളൊന്ന് അറിയണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകിയ, ഏറ്റവും കൂടുതൽ സാന്ത്വനം നൽകിയ ഒരു മനുഷ്യനാണ് അബൂ താലിബ്. ഖുറൈശികൾ ആക്രമിക്കാൻ വന്നപ്പോ ഒരു കോട്ട കണക്കെ പ്രവാചകന്റെ മുന്നിൽ ഒരു സംരക്ഷണമായി അബൂ താലിബ്. പക്ഷെ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, ഹിദായത്ത് കിട്ടിയിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല ആളുകളും ഇസ്ലാമിലേക്ക് വന്ന് അതിന്റെ വില മനസ്സിലാക്കി, അതിന്റെ മൂല്യം മനസ്സിലാക്കിയിട്ട് ആയിരക്കണക്കിന് ആളുകളെ സാക്ഷ്യം വഹിച്ച് അവർ കരയുന്ന രംഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബഹുമാനപ്പെട്ട ജാക്കിർ നായിക്കിനോട് ഒരു പരിപാടിയിൽ, അയർലൻഡുകാരിയാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ആ പെണ്ണ് ജാക്കിർ നായിക്കിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവൾ ഇസ്ലാം സ്വീകരിച്ചതാണ്. സങ്കടം എന്താണ്? എൻ്റെ ഉമ്മാക്കും എൻ്റെ വാപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? എന്നിട്ട് കരയാൻ ഒരു വഴിയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ചോദിച്ചല്ലോ, എൻ്റെ ഉമ്മാന്റെ ഖബറിനെ ഞാൻ സന്ദർശിച്ചോട്ടെ. എന്താ പഠിച്ചത്? ആദ്യം പറഞ്ഞത് വേണ്ട എന്നാണ് പറഞ്ഞത്. പിന്നീട് അള്ളാഹു അനുവദിച്ചു. എന്നിട്ട് ആ ഖബറിടത്തിൽ ചെന്ന് റസൂൽ ചോദിച്ചു, റബ്ബേ എൻ്റെ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ. അള്ളാഹു പറഞ്ഞു പാടില്ല. അള്ളാഹു ഇത് നിരോധിച്ചു. ഇത് സത്യമായ ചരിത്രമാണ്, സഹീഹായ സനദുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്ന ചരിത്രമാണ്. എന്താ കാരണം? ഹിദായത്ത് കിട്ടിയിട്ടില്ല. ആ ഹിദായത്ത് എന്ന വലിയ അനുഗ്രഹം, റസൂലിന്റെ ഉപ്പാക്കും ഉമ്മാക്കും എളാപ്പാക്കും കിട്ടാത്ത വലിയ അനുഗ്രഹം. റസൂലിന്റെ വാക്ക് നമ്മുടെ ചരിത്രത്തിൽ എത്രയോ തവണ വായിച്ചതാണ്. യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എളാപ്പ ഒറ്റവട്ടം നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, ഒരൊറ്റ വട്ടം. അത് വെച്ച് ഞാൻ എൻ്റെ റബ്ബിനോട് കെഞ്ചി കരഞ്ഞ് കേട് പറഞ്ഞോളാം, ഒരൊറ്റ വട്ടങ്ങളൊന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അദ്ദേഹം പറയാൻ കൂട്ടാക്കിയില്ല, അദ്ദേഹം അത് പറഞ്ഞില്ല. അത് പറയാതെയാണ് അബൂ താലിബ് മരിച്ചത്. ഹൃദയവേദനയോടെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി, നൊമ്പരം കൊണ്ട് തല പൊന്തിക്കാൻ കഴിയാതെ റസൂലുള്ള തെരുവിലൂടെ നടന്നു നീങ്ങിയപ്പോ ജിബ്രീൽ വന്നു. എന്തിനാ വന്നെന്നറിയോ? റസൂലിനെ സമാധാനിപ്പിക്കാൻ. എന്ത് പറഞ്ഞാ സമാധാനിപ്പിച്ച്? അബൂ താലിബിനെ സ്വർഗത്തിൽ കയറ്റാമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടല്ല സമാധാനിപ്പിച്ച്. പിന്നെ എന്ത് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച്? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അള്ളാന്റെ റസൂലെ, ആരെങ്കിലും ഒരാൾ സത്യമാർഗം സ്വീകരിക്കാതിരിക്കുക എന്നത് അങ്ങയുടെ അധികാരത്തിൽ പെട്ടതല്ല, അങ്ങയുടെ സ്വാധീനത്തിൽ പെട്ടതല്ല. അങ്ങ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിദായത്ത് നൽകാൻ അങ്ങയെ കൊണ്ട് പറ്റില്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ അവൻ ഹിദായത്ത് നൽകുള്ളൂ. ആ ഉദ്ദേശിച്ചവരുടെ പട്ടികയിലാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഉള്ളത്. ആ ഉദ്ദേശിച്ച ആളുകളാണ്, അള്ളാഹ് ഉദ്ദേശിച്ച ആളുകളാണ്. നമ്മുടെ തറവാട് കൊണ്ടല്ല, നമ്മുടെ ചേല് കൊണ്ടല്ല, നമ്മുടെ സമ്പത്ത് കൊണ്ടല്ല, നമ്മുടെ പൂർവികന്മാരായ ആളുകളുടെ പ്രവർത്തനത്തിന്റെ ഫലം കൊണ്ടല്ല. അള്ളാഹുവിന്റെ ഉദ്ദേശമാണ്, അള്ളാഹുവിന്റെ തിരഞ്ഞെടുപ്പാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഒരു വട്ടമെങ്കിലും ഹിദായത്ത് ലഭിച്ചതിന് വേണ്ടി അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഖുതുബകളെല്ലാം ആഴ്ചയും തുടങ്ങുന്നത് എങ്ങനെയാണ്? അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ. ഈ സത്യമാർഗത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചു കൊണ്ടുവന്ന അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അള്ളാഹുവിന്റെ നേർമാർഗം കിട്ടിയിട്ടില്ല എങ്കിൽ, അള്ളാഹുവിന്റെ ഫദലും റഹ്മത്തും കിട്ടിയിട്ടില്ല എങ്കിൽ ഈ നേർമാർഗത്തിലേക്ക് നമ്മൾ ഒരിക്കലും എത്തിപ്പെടുമായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ ആഴ്ചയിലും ഖുതുബ നമ്മൾ ആരംഭിക്കുന്നത്. ഇതെല്ലാ ദിവസവും നമ്മൾ പറയേണ്ടതാണ്. റബ്ബേ, ഈ സത്യമാർഗത്തിലേക്ക് എന്റെ ഒരു അധ്വാനവുമില്ലാതെ, എന്റെ ഒരു പരിശ്രമവുമില്ലാതെ മുസ്ലിമായ ഒരു ഉമ്മാക്ക്, മുസ്ലിമായ ഒരു വാപ്പാക്ക് അവരുടെ മകനായി മകളായി പിറക്കാൻ നീ എനിക്ക് ചെയ്തു തന്ന ഭാഗ്യമുണ്ടല്ലോ നാഥ. മുവഹിദായി ജീവിക്കാൻ നീ എനിക്ക് ചെയ്തു തന്ന ഭാഗ്യമുണ്ടല്ലോ നാഥ. ഒട്ടനവധി ഔലിയാക്കളെ വിളിക്കുന്നവർ ഈ ലോകത്തുണ്ട്, ഒട്ടനവധി ശുഹദാക്കളെ വിളിക്കുന്നവർ ഈ ലോകത്തുണ്ട്. മൺമറഞ്ഞു പോയ മഹത്തുക്കളായ ആളുകളുടെ മുന്നിൽ സങ്കടങ്ങളെ പറയുന്നവർ ഈ ലോകത്തുണ്ട്. എന്നാൽ ആ ആളുകളിൽ നിന്നെല്ലാം മാറ്റി നിന്നോട് മാത്രം സങ്കടം പറയുന്ന, നിന്നോട് മാത്രം വൈഷമ്യം പറയുന്ന, നിന്നോട് മാത്രം ദുഃഖം പങ്കുവെക്കുന്ന റബ്ബേ, മുവഹിദായി എന്ന
ജീവിപ്പിക്കുന്നതിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും. പ്രിയപ്പെട്ടവരുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. രണ്ടാമതായി മനുഷ്യനായി പിറന്നു എന്നതിന് ശേഷം ഹിദായത്ത് നൽകിയ മനുഷ്യനായി ജീവിക്കാൻ അനുവദിച്ചു എന്ന അനുഗ്രഹത്തിനാണ് അല്ലാഹുവിനോട് നമ്മൾ ഹംദ് പറയേണ്ടത്, അൽഹംദുലില്ലാഹ് എന്ന് പറയേണ്ടത്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം പരിശുദ്ധ ഖുർആനിൽ പടച്ച റബ്ബ് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് വിവരിച്ചു തരികയാണ്. അല്ലാഹു നമ്മോട് ചോദിക്കുകയാണ്, അലം നജഅലിൽ അർദ മിഹാദാ, ഈ ഭൂമിയെ നാം നിങ്ങൾക്ക് ജീവിക്കാനുള്ള തൊട്ടിലാക്കി തന്നില്ലേ, ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ വിധാനിച്ചു തന്നില്ലേ? എന്താണ് ഒരു തൊട്ടിൽ? പ്രിയപ്പെട്ടവരെ, ഉമ്മയുടെ മടിത്തട്ട് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഏറ്റവും സുരക്ഷിതമായി കിടന്നുറങ്ങാൻ കഴിയുന്ന സംവിധാനത്തിനാണ് തൊട്ടിലെന്ന് പറയുക. അതുപോലെ തന്നെ അള്ളാഹു ഒരുക്കിയ സ്വർഗം കഴിഞ്ഞാൽ പിന്നീട് മനുഷ്യൻ ഏറ്റവും സുരക്ഷിതമായി കഴിഞ്ഞുകൂടാൻ കഴിയുന്ന ഈ ഭൂമിയെ കുറിച്ച് അള്ളാഹു തൊട്ടിലെന്ന് വിശേഷിപ്പിച്ചത് അതുകൊണ്ടാണ്. അതറിയണമെങ്കിൽ ഈ സൗരയൂഥത്തെ കുറിച്ച് പഠിക്കണം, ഈ മഹാപ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കണം. ഭൂമിയുടെ അയൽഗ്രഹങ്ങളായ സൂര്യനോട് അടുത്ത് നിൽക്കുന്ന, ഭൂമിയുടെ അയൽഗ്രഹമായ സൂര്യന് ഇപ്പുറത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കണം. പ്രിയപ്പെട്ടവരെ, സൂര്യനോട് അടുത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ നമ്മുടെ എല്ലുകളെ പോലും ഉരുക്കി കളയാൻ കഴിയുന്ന, നിമിഷാർത്ഥത്തിൽ നമ്മൾ മരിച്ചില്ലാതെയായി പോകുന്ന, നമ്മുടെ മാംസങ്ങൾ പോലും നീരാവിയായി പോകാൻ മാത്രം ചൂടുള്ള ഗ്രഹങ്ങളാണ് ഭൂമിയുടെ തൊട്ടിപ്പുറത്ത് നിലകൊള്ളുന്നത്. എന്നാൽ ഭൂമിയുടെ ഇപ്പുറത്തെ ഭാഗത്താണെങ്കിൽ അതാ നിമിഷാർത്ഥം കൊണ്ട് രക്തം കട്ട പിടിച്ചുകൊണ്ട് ഐസായി മാറിക്കൊണ്ട് മരണപ്പെടാൻ സാധ്യതയുള്ള ഭീകരമായ തണുപ്പുള്ള ഗ്രഹങ്ങളാണ് ഇപ്പുറത്തെ ഭാഗത്ത് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ സൗരയൂഥത്തിൽ മാരകമായ വിഷവാതകങ്ങളുള്ള ഗ്രഹങ്ങളുണ്ട്. സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന അതിഭീകരമായ കിരണങ്ങളാൽ മലിനമായ ഗ്രഹങ്ങളുണ്ട്. ഇവിടേക്ക് നമ്മൾ എത്തിപ്പെടുകയാണെങ്കിൽ ശ്വസിച്ചാൽ തൽക്ഷണം നമ്മൾ മരിച്ചു പോകുകയാണ്. ആ കിരണങ്ങൾ ഏറ്റുകൊണ്ട് നമ്മൾ മരണപ്പെട്ടു പോകുകയാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ചില ഗ്രഹത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, വ്യാഴം പോലെയുള്ള ഗ്രഹങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഗുരുത്വാകർഷണത്തിന്റെ ശക്തി കൊണ്ട് നമ്മുടെ ശരീരം ഛിന്ന ഭിന്നമായി പോകുമെന്നാണ്. നമ്മുടെ കണ്ണുകളും കാതുകളും പല്ലുകളും കൈകളും കാലുകളും എല്ലാം ഛിന്ന ഭിന്നമായി പൊട്ടിത്തെറിച്ചു പോകുമെന്നാണ്. എന്നാൽ ഇതാ ഭൂമിയിലേക്ക് വരുമ്പോ നമ്മുടെ അസ്ഥികൾ നീരാവിയായി പോകുന്ന ചൂടവിടെയില്ല, നമ്മുടെ രക്തം കട്ട പിടിച്ചു പോകുന്ന തണുപ്പും അവിടെയില്ല. മനുഷ്യ ശരീരത്തിന് നിലനിൽക്കാൻ ആവശ്യമായ ഊഷ്മാവ് പടച്ചറമിതായി ഭൂമിയിൽ നിലനിർത്തിയിരിക്കുകയാണ്. മാത്രമല്ല സൂര്യനിൽ നിന്ന് വമിക്കുന്ന അതിഭീകരമായ കിരണങ്ങളെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി ഭൗമാന്തരീക്ഷത്തെ ഹരിതവാതകങ്ങളെ അല്ലാഹു നിർണയിച്ചിരിക്കുകയാണ്. ഈ അന്തരീക്ഷത്തെയും ഓസോൺ പാളിയെയും അല്ലാഹു നിർണയിച്ചിരിക്കുകയാണ്. മനുഷ്യർ ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ അല്ലാഹു സംവിധാനിച്ചു വെച്ചിരിക്കുകയാണ്. അവന് കുടിക്കാനുള്ള വെള്ളം കുടിക്കാനുള്ള പാകത്തിൽ നിലനിർത്താൻ ആവശ്യമായ അന്തരീക്ഷോഷ്മാവിടെ പടച്ചവൻ നിലനിർത്തിയിരിക്കുകയാണ്. ഇതൊക്കെ ചെയ്ത് സംവിധാനിച്ചിട്ടാണ് പടച്ചറപ്പ് ചോദിക്കുന്നത്, അലം നജഅലിൽ അർദ മിഹാദാ, ഈ ഭൂമിയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തൊട്ടിലാക്കി തന്നില്ലേ? വൽ ജിബാല ഔതാദാ, ഈ ഭൂമിയുടെ സമതുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി പർവ്വതങ്ങളെ നാം ആണിയാക്കി തരികയും ചെയ്തില്ലേ? വഖലഖനാകും അസ്വാജാ, പൂറ്റി മുതൽ മുടിവരെ സകലതും വ്യത്യസ്തമായ രീതിയിൽ ആണാകുന്ന പെണ്ണാകുന്ന പാരസ്പര്യമുള്ള രീതിയിലുള്ള രണ്ട് ഇണകളെ നാം ഇണകളാക്കി നാം നിങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്തില്ലേ? വജഅൽനാ നൗമകും സുബാതാ, ശാസ്ത്രത്തിന് ഇന്ന് വരെ മുഴുവനും വിശദീകരിക്കാൻ സാധിക്കാത്ത രീതിയിൽ അതിസങ്കീർണമായ ഉറക്കമെന്ന വിശ്രമ സംവിധാനത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരികയും ചെയ്തില്ലേ? നിങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടി ഇരുട്ട് മൂടുന്ന അവസ്ഥയിലേക്ക് രാത്രിയെ ഞാൻ നിങ്ങൾക്ക് വിധാനിച്ചു തന്നില്ലേ? അങ്ങനെ ആ രാത്രിയുടെ ഇരുളിൽ നിങ്ങൾ വിശ്രമിച്ചു കഴിഞ്ഞ് ഉന്മേഷവതികളായി ഉന്മേഷവാന്മാരായി നിങ്ങൾ എഴുന്നേൽക്കുമ്പോ ജീവിത സന്ധാര വേളയിലേക്ക് വ്യാപിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നാം പകലിനെ സംവിധാനിച്ചു തരികയും ചെയ്തില്ലേ? നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത രൂപത്തിൽ 7 ആകാശങ്ങൾ ഞാൻ നിങ്ങളുടെ ഉപരിയിൽ പടച്ചു വെച്ചിട്ടുമുണ്ട്. എന്നിട്ട് ആകാശത്തിന്റെ കീഴെ കത്തിച്ചൊലിക്കുന്ന ഒരു വിളക്കിന് സൂര്യനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിധാനിച്ചു വെച്ചിട്ടുണ്ട്, സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്.
എന്നിട്ട് ആ സൂര്യതാപത്തിലൂടെ കടലിന്റെ ഉപ്പുവെള്ളത്തെ ബാഷ്പീകരിക്കുകയും കടലിന്റെ ഉപ്പുവെള്ളത്തെ നീരാവിയാക്കുകയും ആ നീരാവിയിലൂടെ കാർമേഘങ്ങൾ ഉണ്ടാവുകയും ആ കാർമേഘത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് കുത്തിച്ചൊരിയുന്ന മഴ വർഷിപ്പിച്ചു തരികയും ചെയ്തില്ലേ? ധാന്യങ്ങളും മുളകളും ഇടതൂർന്ന തോട്ടങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടി മനുഷ്യനവന്റെ ഭക്ഷണത്തിലേക്കൊന്ന് നോക്കട്ടെ. എപ്രകാരമാണ് നാം മേഘത്തിൽ നിന്ന് മേഘപടലങ്ങളിൽ നിന്ന് മഴ വർഷിപ്പിച്ചത്? അതിസൂക്ഷ്മമായ രീതിയിൽ ഭൂമിയിൽ ഞാൻ എങ്ങനെയാണ് വിള്ളലുണ്ടാക്കിയത്? وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. എണ്ണിയാലുടങ്ങാത്ത പച്ചക്കറികൾ, എണ്ണിയാലുടങ്ങാത്ത പഴവർഗ്ഗങ്ങൾ, എണ്ണിയാലുടങ്ങാത്ത ധാന്യത്തിന്റെ കതിരുകൾ, എണ്ണിയാലുടങ്ങാത്ത വിത്തുകൾ, ഈത്തപ്പഴങ്ങൾ, അതുപോലെ തന്നെ മുന്തിരികൾ, റുമ്മാൻ, എല്ലാമേ ആ മഴയിലൂടെ ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്ന പിളർപ്പിലൂടെ ഞാൻ നിങ്ങൾക്ക് മുളപ്പിച്ചു തരികയും ചെയ്തില്ലേ? എന്തിനു വേണ്ടി? നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഭക്ഷണമായിക്കൊണ്ട്. അള്ളാഹുവൻ ചെയ്ത അനുഗ്രഹങ്ങൾ ഓരോന്നായി എണ്ണി 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 ഇങ്ങനെ പറയാൻ. എണ്ണി പറഞ്ഞാൽ തീരോ? ഇല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ നിഅമത്തുകളെ എണ്ണി തിട്ടപ്പെടുത്താൻ നിന്നാൽ ഖിയാമത്ത് നാൾ വരെ എണ്ണലേ അവന് പടി ഉണ്ടാവുള്ളൂ, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം വേണ്ടിയാണ് അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയേണ്ടത്, അള്ളാഹുവിനെ സ്തുതിക്കേണ്ടത്. ഈ അനുഗ്രഹങ്ങൾ ഇല്ലാത്തൊരവസ്ഥയെ കുറിച്ച് ഓർമ്മിക്കണം. മഴയില്ലാത്ത, കതിരുകളില്ലാത്ത, കൃഷികളില്ലാത്ത, പഴവർഗ്ഗങ്ങളില്ലാത്ത, പച്ചക്കറികളില്ലാത്ത, പട്ടിണി പച്ച പേക്കോലങ്ങളായി മനുഷ്യൻ മരിച്ചൊടുങ്ങിക്കൊണ്ടിരിക്കുന്ന, കുടിക്കാൻ വെള്ളമില്ലാതെ ദാഹിച്ച് തൊണ്ട പൊട്ടി ചോര തുപ്പുന്ന അവസ്ഥയെ കുറിച്ച് ആലോചിച്ചിട്ട് വേണം പ്രിയപ്പെട്ടവരെ അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയാൻ. കണ്ണില്ലാതെ മറ്റൊരുത്തന്റെ കൈപിടിച്ച് മാത്രം നടക്കാൻ കഴിയുന്ന ഒരവസ്ഥയെ കുറിച്ച് ഓർത്തിട്ട് വേണം പ്രിയപ്പെട്ടവരെ അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയാൻ. ഒരു ഉരുള ഭക്ഷണം വായിലേക്ക് ണ്ടല്ലോ, അതിങ്ങനെ തൊണ്ടയിലൂടെ ഇറങ്ങി ആമാശയത്തിലേക്ക് അത് സഞ്ചരിച്ചു പോകുമ്പോ ഒരു ഉരുള ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ, ഭക്ഷിക്കാൻ കഴിയാതെ തൊണ്ടക്ക് ക്യാൻസർ വന്നിട്ട് വിശന്ന് വയറിൽ തീയാടുന്ന സമയം പൊട്ടിക്കരയുന്ന മനുഷ്യരുടെ ദുരവസ്ഥയെ കുറിച്ച് ഓർത്തിട്ട് വേണം പ്രിയപ്പെട്ടവരെ ഒരു ഉരുള ഭക്ഷണം നമ്മൾ കഴിക്കാൻ. ഒരു തുള്ളി വെള്ളം നമ്മൾ കുടിക്കുമ്പോ സൊമാലിയൻ തെരുവീതികളിൽ ഒരിറ്റ് ദാഹജലം കിട്ടുന്നതിന് വേണ്ടി കിലോമീറ്ററുകളോളം ക്യൂ നിന്ന് ആ ദാഹജലത്തിന് വേണ്ടി പിടക്കുന്ന പിഞ്ചു പൈതങ്ങളടക്കമുള്ള ആളുകളെ കുറിച്ച് ഓർത്തിട്ട് വേണം ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കാൻ. അങ്ങനെ കുടിച്ചാൽ, അങ്ങനെ കഴിച്ചാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് നിന്ന് അൽഹംദുലില്ലാ എന്ന മാന്ത്രിക വചനം നിർഗളിക്കും. ഒരു സംശയം വേണ്ട. ആ അൽഹംദുലില്ലക്കാണ് പടച്ചവന്റെ അടുത്ത് സ്ഥാനമുള്ളത്. അങ്ങനെ അൽഹംദുലില്ലാ പറയാൻ നാഥൻ നമുക്ക് ഇവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.